ക്ലിപ്പ് തന്നെയല്ലേ? ഒന്നല്ല, ഇത് ക്ലിപ്പല്ല. ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഒരു പ്രശ്നം വരുന്നത്. ഇത് ഊരി എടുക്കണമല്ലേ? അതെ, അതിന് പ്രത്യേകിച്ച് സ്ഥലമുണ്ടോ? അത് ഇത് പശയാണ് കേട്ടോ, സ്ഥലമില്ല, നമ്മളത് നോക്കി എടുത്താൽ കേട്ടോ. ഇവിടെയാണ് ബോഡി ഇരിക്കുന്നത്. അതിപ്പോ തന്നെ അയക്കാലോ, എല്ലാം അടിച്ചിട്ടുണ്ട്, ഫുൾ അടിച്ചിട്ടുണ്ട്, അന്നേരം നടക്കുള്ളൂ. ഇതിപ്പോൾ ഔട്ടർ ബോഡി മാത്രമാണ്, നമുക്ക് ഇന്നറും ഉണ്ട്. ഇത് സെൻസർ ബോർഡ് മാത്രമാണ്. റിമോട്ട് വർക്ക് ചെയ്യണമെന്ന് ഇത് മാത്രം അറിയാലേ? അതെ, ഈ സ്ക്രൂ പഠിക്കണമല്ലോ മൊത്തം. ഇത് അടിക്കണം, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇതൊന്ന് മാറ്റിയില്ല, കൈമുട്ടി നമ്മൾ കൂടുതൽ അതിൻ്റെ അറ്റം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്തോട്ടൊന്ന് മിക്ക സാധനം. ഇതിപ്പോ രണ്ടാമത് പഠിപ്പിക്കും പശ ഇറങ്ങോ? ഓൾറെഡി പശ ഇത് കറങ്ങി കസ്റ്റമർ കഴിച്ചത് പശ പോയി കഴിഞ്ഞ് കസ്റ്റമറെ എന്തോ പൊളി വീട്. അയ്യോ കസ്റ്റമർ സമ്മതിക്കൂല, അവർക്ക് കാണാൻ വൃത്തിണ്ടാവില്ല. അവര് അതാണ് വെടിപ്പേണ്ട, അവർക്ക് അതാണ് ഇതൊക്കെ മേടിക്കുക. ഇത് മൊത്തം റൗണ്ടിങ് ആണ്. നമുക്ക് ആദ്യമേ 3 സ്ക്രൂ ഇത് മേമുണ്ടല്ലേ? ആദ്യമേ ഇതിങ്ങനെ ഒരു വിടണം. ഇതൊന്ന് നോക്കി തിരിച്ചായിരിക്കും. നമ്മൾ ആദ്യമേ ഈ ഇത് ഊരി വിട്ടിട്ട് വേണം ഇത് തിരിക്കാൻ. ഓക്കെ, മനസ്സിലായോ? ഏറ്റവും കൂടുതൽ അയക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നിട്ട് വേണം ഇത് ഊരിയിട്ട് വേണം. ഇതിൻ്റെ അകത്താണ് അവിടെ ബോഡി ഇരിക്കുന്നത്, മെയിൻ ബോഡി ഇരിക്കുന്നത്. മെയിൻ ബോഡിക്കാണ്. മറ്റേ സാധാ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഐ ഫ്ലോട്ട്, IoT എന്ന് പറയുമ്പോൾ സെൻസർ ബോർഡുള്ള പീസാണ്. സെൻസർ ബോർഡുള്ള പീസിന് ഈ വയറ് നമുക്ക് ഇതുമേലുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് ഊരാതെ ഈ വയറിൻ്റെ കണക്ഷൻ പിടിപ്പിക്കാതെ തിരിക്കരുത്. തിരിച്ചാൽ ഇത് തിരിഞ്ഞ് ഇത് അടിച്ചാൽ മതി. ഇതാണ് സെൻസർ ബോർഡിൻ്റെ പീസ്. അതെ, നമുക്ക് ഇപ്പം ഇത് ഊരുക, അത് കഴിഞ്ഞിട്ട് ഈ ഫുൾ സെറ്റ് താഴത്തോട്ട് ഊരിയെടുക്കാം. തിരിച്ച് ഊരിയെടുക്കാം. തിരിച്ച് ഊരിയെടുത്തിട്ട് ഈ ബോർഡ് അതേപോലെ മാറിയിട്ട് അതേപോലെ തിരിച്ച് വെച്ച് കണക്ഷൻ കൊടുത്ത് തിരിച്ച് പിരിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ആയിക്കോ, ഓക്കെ അല്ലേ? ബോർഡ് സെൻസർ ബോർഡിൻ്റെ VCP ഇത് വയറ് ഊരാതെ തിരിക്കണം. ഓക്കെ, ചേട്ടാ കണ്ടാ ശ്രദ്ധിച്ചേരണോ? തിരിച്ചെടുക്കാതെ ശ്രദ്ധിച്ചില്ലേ? ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ആണത്. മറ്റേ നെറ്റും പോട്ടെ കാണാൻ കാണാൻ അകത്താണുള്ളത്. ഇതഴിക്കണുണ്ട്. ഇപ്പോൾ നമ്മളിത് ഊരുന്നതിന് മുമ്പ് ഇതിൻ്റെ 2 വയറും പിടിച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് കട്ടായി പോകും. ബാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ സാധനങ്ങൾ ഊരുന്നത് പോലെ തന്നെ 3 സ്ക്രൂവും ഇതിൻ്റെ അകത്ത് സ്ട്രേറ്ററുണ്ട്. പിന്നെ മെയിൻ ബോർഡ് അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ മറ്റേതുപോലെ റൗണ്ട് ബോർഡായിരിക്കും. കട്ടിംഗ് ബോർഡ് 3 സ്ക്രൂവിലായിരിക്കും. ഇത് സെൻസർ ബോർഡാണ്. ഇതിന്റെ മറ്റേ കോയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? സ്ട്രേറ്റർ വ്യത്യാസമുണ്ട്, കാരണം ഇത് കൂടെ ഉൾപ്പെടെ വരുന്നതാണ്. ഒരു ത്രെഡഡ് പിരി വരുന്ന സ്ട്രേറ്ററാണ്. മനസ്സിലായോ? ഈ ഒരു ത്രെഡഡ് പിരി വരുന്ന സ്ട്രേറ്ററാണ് ഐ ഫ്ലോട്ടിൻ്റെ. ഓക്കെ, ഇത് നമുക്ക് റെഗുലേറ്റർ ടൈപ്പ് ഉണ്ട്, റിമോട്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് LED. ഈ സാധാരണ റെഗുലേറ്ററും ഇതിന് മാച്ച് ചെയ്യുമല്ലേ? എന്നുവെച്ചാൽ റെഗുലേറ്റർ ടൈപ്പ് ഉണ്ട്, ഐ ഫ്ലോട്ട് റെഗുലേറ്റർ ടൈപ്പ് ഉണ്ട്. അതിന് റെഗുലേറ്റർ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അത് റെഗുലേറ്റർ വെക്കാൻ പറ്റുന്ന മോഡലാണ്.
ഞാൻ ചോദിച്ചത് ഇപ്പൊ സാധാരണ ഒരു വീട്ടിൽ സാധാരണ റെഗുലേറ്റർ കൊടുക്കില്ല. ഫോണിന് റെഗുലേറ്റർ ഉപയോഗിക്കരുത്. അതല്ല ഞാൻ ചോദിച്ചത്. റെഗുലേറ്റർ ഇല്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ, റിമോട്ട് ഇല്ലാത്ത ടൈപ്പ്. റിമോട്ട് ഇല്ലാത്ത റെഗുലേറ്റർ സാധാരണ ഇപ്പൊ നിലവിലൊരു വീട്ടിലുള്ള റെഗുലേറ്റർ ഉപയോഗിക്കാം. ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ അഴിച്ച് മറ്റേ കണക്ടിവിറ്റി നോക്കിയാണല്ല പത്തയക്കുന്നുള്ളൂ അല്ലേ? അതെ അതെ. ആ വയറ് ഏതൊക്കെയാണ് ഡോക്ടർ ക്ലാരിഫൈ ചെയ്താണ് അതൊക്കെ ഈ വയറുകൾ ഇതൊക്കെ മനസ്സിലാക്കിയത് കളറ് സെയിം. അല്ല ഇത് വേറെ LED വയർ, ഇത് സെൻസർ വയർ. അപ്പം മനസ്സിലാക്കി എവിടെ കണക്ട് ആവുന്നതൊക്കെ. ഇതെപ്പോഴും LED വയറായിരിക്കും. ബ്ലാക്ക് ഗ്രേ ഇത് വരുന്നത്, ഒരു ബ്ലാക്ക് ഇത് വരുന്നത് LED-ക്ക് ഉള്ളതായിരിക്കും. ഇത് സെപ്പറേറ്റ് വരുന്നത്. ഇത് നമ്മുടെ സെൻസറിനുള്ളതായിരിക്കും വൈറ്റ്. സെൻസർ എവിടെ പിടിപ്പിച്ചിരിക്കുന്നു? LED രണ്ട് ടൈപ്പ് കളേഴ്സ്. LED കണക്ട് ചെയ്യണം ഇവിടെ അല്ലേ? ബ്ലാക്ക്, ഇത് ബ്ലാക്ക്, ഇത് സെൻസർ. ഒരു മിനിറ്റ്, ആ സെൻസർ ഇല്ല, അത് ബോർഡ് ഫുള്ളാണ്. ഇത് അങ്ങനെ പിടിക്കും പക്ഷെ വർക്ക് ചെയ്യില്ല. കളർ കളർക്ക് കറക്റ്റായിട്ട് കൊടുക്കണം. ബ്ലാക്ക് LED വേണം. LED-ക്ക് ടൈപ്പ് LED ഉള്ള ടൈപ്പിന് എല്ലാവർക്കും ബ്ലാക്ക് ഇതുണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. അല്ല ടൈറ്റാക്കി ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഞെക്കി പിടിച്ചിട്ടേ പറഞ്ഞില്ലേ, ഇവിടെ ഞെക്കി പിടി പഠിക്കണോട്ടത് ചില മൊത്തങ്ങൾ പറഞ്ഞു. അപ്പൊ അത് ഞെക്കി പിടിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ പറഞ്ഞു പിന്നെ തിരിച്ചു തരാണ്ടേ കയറ്റുമ്പോൾ അങ്ങനെ വെറുതെ പ്രസ് ചെയ്താൽ മതി. വലിക്കുമ്പോഴേ അതെന്ത് ഹലോ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഊരണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സെൻസർ ബോർഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഊരിയാൽ മതി. നമുക്ക് ഇതിന്റെ ബോർഡ് കിട്ടുന്ന സെൻസറിന് കംപ്ലൈന്റ് വന്നാലും ഇത് ഫുൾ ബോർഡ് ഈ ബോർഡ് സെപ്പറേറ്റ് മറ്റേ പോലെ സെൻസർ മാത്രം മാറ്റാൻ പറ്റില്ല. ഇതിനെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഐഫ്ലോട്ടിന്റെ മെയിൻ PCB എന്നും പറഞ്ഞ് കിട്ടും, ഐഫ്ലോട്ടിന്റെ സെൻസർ PCB എന്നും പറഞ്ഞ് കിട്ടും. രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിന് മാത്രം. ഓക്കെ, ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് ബോർഡിന്റെ കൂടെ തന്നെ സെൻസറും കിട്ടും. കംപ്ലൈന്റ് മറ്റേ നോട്ട് വർക്കിംഗ് ആണെങ്കിൽ ഇതൊക്കെ അയച്ച് കണക്ടിവിറ്റി ഒക്കെ നോക്കുമ്പോൾ ഇതൊക്കെ അയക്കണ്ടേ? അതെ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഇത് അയക്കണ്ട.
ഇവിടെ ഉള്ളിൽ ഇത് ഇവിടെ ഓക്കെ ഐ ഫ്ലോട്ട് മനസ്സിലായി. ഇതിന്റെ ബോർഡ് നമുക്ക് ഇത് വെച്ചൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? NBC